പുണ്ടയുടെ മോൻ വന്ന് ഒരു കാര്യമില്ല. അതാ വന്നിട്ടുണ്ട്. റാംബോ നീ ഇവിടെ നിർത്തിക്കോ നായ. ഇതെന്ത് ചെയ്യാനാ? ഇവ എന്നെ മാത്രമല്ല ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പം എന്നെ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് മാത്രം ഇതാവാനെന്ന്. എടാ ഇത്രയും നേരം ഇതില്ലായിരുന്നു. ഞാൻ ലൈവ് തുടങ്ങുന്ന സമയം വരെ ഇതില്ലായിരുന്നു. ഇതാ 9:28 ഇട്ടേക്കണ്. റാംബോ ഇത് നോക്ക്, ഇവൻ നിന്നെ പിന്നെയും ഊക്കി. ഇവനാടാ ഇത് ഇടുന്നത്, വേറെ ആരുമല്ല ഇടുന്നത്. ഈ മിഥുൻ കുണ്ടൻ എന്ന് പറഞ്ഞ ഈ പുണ്ടയുടെ മോനാണ് ഇത് ഇടുന്നത്. നോക്കിയോ? വേണ്ടേ? അതിന്റെ അടിയത്തെ വീഡിയോ കാണാം. അങ്ങനെ റാംബോ ഇതൊട്ടും ക്ലിയർ ഇല്ല. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? ഇത് ക്ലിയർ ഉണ്ടോ? ക്ലിയർ വേണ്ട. ഈ ക്ലിയർ മതി റാംബോ. മറ്റേത് അവന്റെ യൂട്യൂബ് ചാനലിലൊക്കെ പോകുന്നത് ഓന്റെ രോമത്തിനിട്ടാണ് ഇതാക്കിയത്. നമ്മള് ഉണ്ടാക്കാനൊന്നല്ല റാംബോ. നീ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ മിണ്ടായിരിക്കാൻ ഓട്ടെ പറഞ്ഞ നീ ഒരു ചെള്ളു ചെക്കനായിട്ടാണ് ഞാൻ വിട്ടത്. എന്റെ മനസ്സിൽ ഇനി വിടാൻ ഉദ്ദേശമില്ല നായ. നീ വിടാൻ വേണ്ടി ഞാറുടെ പുണ്ടച്ചി മോനെ, നിന്റെ വീട്ടിലെ പട്ടിയാടാ കുണ്ണെ. നീ എന്നെ വിടാൻ വേണ്ടിട്ട് ഇവൻ കിറുക്കണ്ട. ഇവന്റെ അടുത്ത് എന്താണ് ഇവന്റെ അടുത്ത് പറയാ? ഇവർ കിറുക്കനല്ല ഇവൻ. ഞാൻ നിനക്ക് ഉള്ളതാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എടാ റാംബോ, കോംബോ, മരക്കഴുതേ, നീ എല്ലാ ഇതേത് കുണ്ണ? ഇത് അടുത്ത കുണ്ണ. ഇതേത് കുണ്ണ? മരക്കഴുതി എന്ന് പറയാ. ഇത്രയും കൊല്ലമായിട്ട് ഇവനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവ ഇത്രയും നാൾ ഏത് കാലിന്റെ ഇടയിലായിരുന്നു? ഇപ്പൊ എവിടെന്നാ ഇത് പൊങ്ങി വന്നത്? ഇത് എവിടെന്നാ ഇപ്പൊ പൊങ്ങി വന്നത്? ഈ സമയം നോക്കി ഇപ്പൊ എവിടെന്നാ പൊങ്ങി വന്നത്? ഞാര് കുണ്ണേ? എടാ സംസ്കാരമില്ലാത്ത നായേ. നായിന്റെ മോ സംസ്കാരത്തിനെ കുറിച്ച് പറയുന്നത്. ഇവന്റെ സംസ്കാരം നിങ്ങൾ കേട്ടല്ല. ഇവന്റെ സംസ്കാരം നിങ്ങൾ കേട്ടല്ല. ഇപ്പൊ എന്നെ സംസ്കാരം ഇല്ലെന്ന് പറയണ്. നിന്നെ ഞാൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താ 5 മിനിറ്റ് ഷോർട്ട് ഫിലിം ചെയ്തൊക്കെ? അത് ഇത് എന്തിനാ ഇവ 5 മിനിറ്റ് ഒക്കെ ഇരുന്ന? വല്ല കാര്യവും പറയണ്ടെങ്കിൽ ഒറ്റ സെന്റൻസിൽ 1 മിനിറ്റ് പറയടാ. നിന്നെ ഞാൻ തെറി പറഞ്ഞോ? അപരാധി. നീ തെറി പറയാൻ എനിക്ക് പറയാൻ അറിയാത്തോണ്ട് കേട്ടോ. നമുക്ക് നീ പറഞ്ഞു നോക്ക്. നിന്റെ കവാല അടിച്ച് ഞാൻ എന്റെ ചെപ്പ അടിച്ച് ഞാൻ പൊട്ടിക്കുന്ന അതിന്റെ മോനെ. മനസ്സിലായി? നീ പറഞ്ഞു നോക്ക്. നേരിട്ട് നീ പറഞ്ഞു നോക്കടാ കുണ്ണെ. അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് അടുത്ത് മുട്ടാൻ നിൽക്കണ്ട. എന്താ തൂറാമുട്ടോ? നിനക്ക് തൂറാമുട്ടോ? നിന്റെ മോൻ കണ്ടിട്ട് അങ്ങനെയാണല്ലോ തൂറാമുട്ടാണെങ്കിലേ നിന്റെ മോയിരിക്കണം. എന്നിട്ട് നീ എന്റെ അടുത്ത് മുട്ടണ്ടെന്ന് പറയണം മായേ. നിന്റെ പറയുമ്പോ എനിക്ക് തൂറാമുട്ടും. ആടാ എന്റെ പേര് പറയുമ്പോ നിനക്ക് തൂറാമുട്ടും. അത് സ്വാഭാവികം. അത്രയും പേടിച്ചിട്ടാ നീ വീഡിയോ ചെയ്യണത്. എന്നെങ്കിലും ഒരിക്കൽ ഇവന്റെ കയ്യിൽ ഞാൻ ചെന്ന് ചാടിക്കൊടുക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ നീ വീഡിയോ ചെയ്യണത്. മനസ്സിലായ? എന്റെ മുടിയിൽ ഞാൻ റബ്ബർ പാന്റ് കെട്ടിയിട്ട് അടിക്കും. നീ ആലോചിച്ചോ? അതാണ് നിന്റെ ടോപ്പിക്ക് പറയുമ്പോ എനിക്ക് തൂറാമുട്ടുണ്ട്. അത് സത്യം, എനിക്ക് തൂറാമുട്ടുണ്ട്. പക്ഷെ നിന്റെ ടോപ്പിക്ക് തൂറാമുട്ടുണ്ട്. പക്ഷെ നീ മുട്ടി നിൽക്കണ്ട. മുട്ടി നിന്റെ ചള്ളക്ക് അടിച്ച് നിന്നെ ചവിട്ടി കൂട്ടി. പക്ഷെ നീ പോയി കേസ് കൊടുത്താലും പുള്ളിക്ക് കേസ് ഉണ്ടാവില്ല. അതിനാണ് യന്ത്രോ സർട്ടിഫിക്കറ്റ്. ഈ പുണ്ടച്ചിമോനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അത് ID സർട്ടിഫിക്കറ്റ് ആണ്. അതൊന്നും പറഞ്ഞു മനസ്സിലാക്കി. സർട്ടിഫിക്കറ്റ് നിനക്കുണ്ട് മോനെ. ID സർട്ടിഫിക്കറ്റ് നിനക്കുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ആരും ഇതുവരെ കൈവയ്ക്കാത്ത. വിവരം കെട്ടവനെ. നിനക്കെന്തായാലും ഉണ്ടാവില്ല. പരീക്ഷ എഴുതി തന്നെ വേറെ ആരല്ലേ? ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഒരു ചിക്കൻ കണ്ടും ഗേറ്റ് ഉറക്കുന്നുണ്ട്. നിന്റെ വർത്താനം കേട്ട അങ്ങനത്തെ നീ അപ്പൊ ഒതുങ്ങ. വിട് ബോർ ടോപ്പിക്കടാ. ഈ പുണ്ടയുടെ മോനൊക്കെ എന്തിനാ എടുത്തിരുന്നത് ഫിറോസേ?